ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കമൽ ഹാസനും രജനീകാന്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിച്ചു തരാം. ദാ ഈ വീഡിയോ നോക്കണേ. കമൽഹാസൻ വെർസറ്റൈൽ ആക്ടറും രജനീകാന്ത് സ്റ്റൈലിഷ് ആക്ടറുമാണ്. കണ്ട, ഇതാണ് ഇവർ തമ്മിലുള്ള കോർ ഡിഫറൻസ്. ആ ഒരൊറ്റ സീനിൽ തന്നെ അവർ രണ്ടുപേരും അത് കാണിക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ സാക്ഷാൽ സൗന്ദര്യ റാണിയായിട്ടുള്ള ഐശ്വര്യ റായ് ഇപ്പൊ കാണാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും ഒരു സമയത്ത് പുള്ളിക്കാരിയുടെ ബ്യൂട്ടീനെ പുകഴ്ത്താത്തവരില്ല. അതായത് കണ്ടോ. പുള്ളിക്കാരിയുടെ പ്രൈം ടൈമിൽ പുള്ളിക്കാരിനെ വെല്ലാൻ ഈ ലോകത്ത് വേറൊരാളില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ മിസ് വേൾഡ് ഒക്കെ കിട്ടിയത്. കത്രീന കൈഫിന്റെ പ്രൈം ടൈമുണ്ട് ഗൈസ്. ബ്യൂട്ടിയുടെയൊക്കെ വേറെ ഒരു രൂപമായിരുന്നു പുള്ളിക്കാരി. കണ്ട, നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അൺറിയൽ ആയിട്ട് തോന്നും നമുക്ക്. ഗൈസ്, ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപാര ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ സാര അലി ഖാൻ്റെതാ ഇങ്ങനെ ഇരുന്ന പുള്ളിക്കാരിയാണ് ഇമ്മാതിരി മാറ്റം മാറിയത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാ? പക്ഷെ വിശ്വസിക്കണം, ദിസ് ഈസ് ദ റിയാലിറ്റി ഗൈസ്. നിങ്ങൾ കണ്ട മഹികയുടെ ഒരു അവസ്ഥ കണ്ട. ഹാർദിക് പാണ്ഡ്യയുടെ കാമുകി ഹാർദിക് പാണ്ഡ്യയുടെ മോനെ കൊണ്ട് നടക്കണം. നോക്കി, ഇതിലൊരു കോമഡി എന്തൊക്കെ ചെയ്യണം നോക്കി. ഫ്ലാഷ് അടിക്കല്ലെന്ന് കൊച്ചേർക്കന്. ഇത് അത്രയ്ക്ക് ചെറുതൊന്നും അല്ല. മുഖത്ത് ഫ്ലാഷ് അടിച്ചാലും ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഇത് കുറച്ച് ഓവർ ആക്ടിങ് ആണ്, കെയറിങ് കൂടുതലാണ്. എന്തൊക്കെ ചെയ്യണം ദൈവമേ. ഹാർദിക് പാണ്ഡ്യ എത്ര ക്രൂരനാണ് നോക്കി. ആ കൊച്ചിനെ തള്ളി അവനെ കൂടെ അല്ല, കാമുകീന്റെ കൈയും പിടിച്ചുകൊണ്ടാണ് നടക്കണത്. ആ കൊച്ചു ചേർക്കിന് എത്രത്തോളം വിഷമാവുന്നുണ്ടാവും. അവനതൊന്നും ഇപ്പം മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവന് ഇതൊക്കെ മനസ്സിലായി തുടങ്ങുന്നത്. സാരിനെയൊക്കെ അങ്ങ് അപമാനിച്ച് കൊല്ലാണ്. നിങ്ങൾ കണ്ടായത്? സാരിയൊക്കെ ഒരു ട്രഡീഷൻ, ഒരു അണിയുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട്. ഇത് എന്തേര് അപരാധം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പീര്. ഇത് ജോർജിയ എന്നാണ്ടേ പറയുന്ന ഒരു ബോളിവുഡിലുള്ള ഒരു മോഡൽ എന്തോ ആണ്. അപരാധം ഡ്രസ്സിടൊക്കെ ആണ്. ഇത് നമ്മുടെ ഒരു ട്രഡീഷനെ മാനിക്കേണ്ട. ഇത് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന കുറച്ച് അപരാധമല്ലേ ഗൈസ്. ജയ്പൂർ ഒരു ഫോട്ടോഷൂട്ടിൽ കാണിച്ചേക്കണ അപരാധമാണ്. കണ്ട, ഒരു ആനേനെ പിങ്ക് കളറൊക്കെ അടിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയേക്കണം. ഇത് കാണുമ്പോൾ തന്നെ ഇതിനൊക്കെ ആരുടെ അനുമതി കൊടുക്കണം ഇങ്ങനെ ആനേനെയൊക്കെ പെയിന്റ് അടിക്കാനൊക്കെ? അതൊക്കെ ഒരു സംരക്ഷണമുള്ള ഒരു അനിമലല്ലേ. ഇതിനൊക്കെ ഇങ്ങനെ പെയിന്റ് അടിച്ച് അപരാധം കാണിക്കുന്നതിന് നല്ലത്. അത് ഭയങ്കര വെറുപ്പീരായിട്ട് തോന്നി. എന്തേലും പറഞ്ഞാലും അതൊക്കെ ഒരു മര്യാദ ഇല്ലാത്ത എന്ത് വാണത്തരമാണ്. ഗൈസ്, തമന്നേനെ വെറുപ്പിച്ച് പണ്ടാരടക്കി കളഞ്ഞു. ഇത് കണ്ട, ഒരു സെൽഫി എടുക്കാൻ വന്നതാണ്. കറങ്ങി ഇത് എങ്ങോട്ട് പോകണം. തമന്നെ അങ്ങ് നാണം കെട്ടുപോയി. പ്ലിങ് ആയിപ്പോയി കേട്ടോ. സത്യം പറയാലോ, ഭയങ്കര പ്ലിങ് മൊമെന്റ് ആയിപ്പോയി ഇത്.